ഈശോനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ പല തിരക്കുകളിലും ഓരോരോ കാര്യങ്ങളിലായിരുന്നു നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഒരു തിരുമണിക്കൂറിൽ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. തമ്പുരാനോട് ഒത്തുചേർന്ന് അവരോട് നന്ദി പറഞ്ഞ് അവനോട് ആയിരിക്കാൻ വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ നമുക്ക് സ്വാഗതം ചെയ്ത് പ്രാർത്ഥിക്കാം. ആരാധന 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 എൻ ജീവനേ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാണും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. എൻ ജീവനേ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാണും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ സങ്കീർത്തനം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ശാന്തനാകൂ നീ മകനെ മകളെ, ഞാൻ ദൈവമാണെന്നറിയൂ. ഈ ഒരു തിരുമണിക്കൂറിൽ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ അടിവരായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, മകനെ മകളെ ശാന്തമാകൂ, ഞാൻ നിൻ്റെ ദൈവമാണെന്നറിയൂ. നിൻ്റെ സങ്കടങ്ങൾ എന്തുമായിക്കോട്ടെ, നിന്നെ അലട്ടുന്ന ടെൻഷനോ നിന്നെ അലട്ടുന്ന എന്തുമായിക്കോട്ടെ, അതെല്ലാം മാറ്റാൻ പറ്റുന്ന ഒരു തമ്പുരാനാണ് നിനക്കുള്ളത്.
ശാന്തമാകൂ, ഞാൻ നിൻ്റെ ദൈവമാണെന്നറിയൂ. ഈ ഒരു തിരുമണിക്കൂർ നമ്മൾ ഓരോരുത്തരും തമ്പുരാൻ്റെ സന്നിധിയിൽ മുഖാമുഖം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള എല്ലാം മറക്കാം. ഞാനും എൻ്റെ ഈശോയും മാത്രം. ഈശോയെ, ഈ ഒരു തിരുമണിക്കൂറിൽ ഞാൻ നിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ എന്നെ അലട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മറക്കുവാണ്. ഈശോയെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതൊന്നുമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു മനുഷ്യനാണ്. മാനുഷികമായ ചിന്തകൾ എന്നെ ഓരോ നിമിഷവും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ഈശോ നമ്മൾ ഓരോരുത്തരും പറയുന്നുണ്ട്, മകനെ മകളെ ശാന്തമാകൂ, ഞാൻ നിൻ്റെ ദൈവമാണെന്നറിയൂ. ഈ ഒരു തിരുമണിക്കൂറിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയുടെ കരുണ യാചിച്ചുകൊണ്ട് ഈ ഒരു തിരുമണിക്കൂർ തമ്പുരാൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് കരുണയുടെ ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ നീ കരുണ ചൊരിയണമേ. വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും, സക്കറിയ ആ ഒരു വർഷത്തിൽ ചിട്ടിയിട്ട് കിട്ടിയ ആ ഒരു സമയത്ത് ആ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ സക്കറിയ പ്രാർത്ഥിക്കുന്നതും എങ്ങനെയാണ്, ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. സക്കറിയയ്ക്ക് അറിയുന്ന എല്ലാവരും മനുഷ്യനെ അവഗണിച്ച് മാറ്റി നിർത്തി പറഞ്ഞത് ഇങ്ങനെയാണ്, നീ തമ്പുരാനോട് ചേർന്ന് നിന്നപ്പോഴും നീ തമ്പുരാന് വേണ്ടി നിലകൊണ്ടപ്പോഴും എന്തേ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാതിരുന്നത്, എന്തേ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാതിരുന്നത്, മാനിക്കാതിരുന്നത്. ഓരോ നിമിഷവും തല താഴ്ത്തി അവരുടെ മുമ്പിലേക്കൂടെ കടന്നു പോകുമ്പോഴും അവരുടെ എല്ലാം വാക്കുകൾ കൊണ്ട് ആ മനുഷ്യൻ സ്വയം ഇല്ലാതാകുമ്പോഴും ഒരിക്കലും തളർന്നില്ല. കിട്ടിയ ആ ഒരു തിരുമണിക്കൂറിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ ആ പുരോഹിതൻ ചെന്ന് പ്രാർത്ഥിച്ചതും എങ്ങനെയാണ്, തമ്പുരാനെ, എന്നോട് കരുണ തോന്നണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസം മാത്രമായിട്ട് നിൽക്കുന്ന എന്നോട് നീ കരുണ തോന്നണമേ. നമുക്കും കിട്ടിയൊരു തിരുമണിക്കൂറാണിത്. നമുക്ക് അവകാശമെന്നോണം, അവസരമെന്നോണം തമ്പുരാൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ കിട്ടിയൊരു സമയം. നമ്മുടെ പ്രാർത്ഥനയും ഇതാകട്ടെ, തമ്പുരാനെ, എന്നോട് കരുണ തോന്നണമേ. ഒരിക്കലും നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും വില പട്ടികളൊന്നും തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കേണ്ട ഒരു സമയമല്ല ഇത്. പക്ഷേ തമ്പുരാൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ പ്രാർത്ഥനയും രൂപാന്തരപ്പെടട്ടെ. നിൻ്റെ ഹിതമെന്തോ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വേറെ ഒന്നും ചിന്തിക്കണ്ട. തമ്പുരാനെ, എന്നോട് നീ കരുണ തോന്നണമേ. നിൻ്റെ ഹിതമെന്തോ അതെൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഈ ഒരു സമയം നമുക്കറിയാവുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തമ്പുരാൻ്റെ അനധ്യമായ കരുണ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഓരോ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഈരടികൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഓരോ വിഭാഗത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യമേ നമുക്ക് കത്തോലിക്ക സഭയെ പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മാർപ്പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും ഞങ്ങൾ നോക്കുന്ന ഓരോരുത്തരെയും, പുരോഹിതരെയും സന്യസ്തരെയും എല്ലാ ദൈവവിശ്വാസികളെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രടികൾ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ഈശോയെ, ഞങ്ങളെ അടുത്തറിയാവുന്ന എല്ലാ രോഗികളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ഈശോയെ, അവരോരോരുത്തരുടെയും സങ്കടങ്ങളും ദുഃഖങ്ങളും അവരനുഭവിക്കുന്ന ഓരോ വേദനകളും ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശോയെ, ഓരോ നിമിഷവും അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പറഞ്ഞത് നിൻ്റെ അടുത്തേക്ക് ചെല്ലാനാണ്. ഈ ഒരു നിമിഷം നമുക്കറിയാവുന്ന എല്ലാ രോഗികളെയും ഒപ്പം നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചുള്ള ഓരോ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും
സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. കരുണവാനായ ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഈ കാര്യസഭവനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളെയും ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്ന ഓരോ ദൈവജനത്തെയും ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരോരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അങ്ങേ കരുണ അനുഭവിക്കാൻ അവർക്ക് നീ അവസരം മുടക്കി കൊടുക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. അടുത്ത ഈരടികൾ നമ്മൾ ഓരോരുത്തരും ഗായക സംഘത്തോടെ ഒപ്പം പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം മൗനമായിരുന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കലും എനിക്ക് ഈശോയെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഈശോയെ നിൻ്റെ ഇഷ്ടം എന്താണോ അതെൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ അതെൻ്റെ ജീവിതത്തിൽ നടക്കണമേ. ഈശോയെ, എന്തുമാത്രം വേദന നീ എൻ്റെ ജീവിതത്തിൽ തന്നാലും കുഴപ്പമില്ല, പക്ഷേ ഈശോയെ നിൻ്റെ കൂടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് ഗായകരോടൊപ്പം നമുക്ക് ഈ ഇരകൾ പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. നമുക്കറിയാം, അവരെ നോക്കിയവരെല്ലാം പ്രകാശിതരായെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. മോശ ഈശോയെ മുഖാമുഖം കാണാൻ പോലും പറ്റിയില്ല, കാരണം അത്രയ്ക്കും പ്രകാശമായിരുന്നു. ഈ ഒരു തിരുമണിക്കൂറിൽ തമ്പുരാനെ കണ്ടു മടങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ കാണുന്ന ഓരോ മനുഷ്യരും ആ പ്രകാശമുള്ളവനാണെന്ന് പറയത്തക്ക വിധത്തിൽ നമ്മളായിത്തീരണം. ഈ ഒരു നിമിഷം നമ്മുടെ പാപകടങ്ങളെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, ഒരു മനുഷ്യനായ ബലഹീനനായതുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ വീണുപോയത്. പ്രലോഭനങ്ങൾ അകപ്പെട്ടു പോയതെല്ലാം അത് കാരണമായിരുന്നു. ഈശോയെ, വഴിതെറ്റിയെ പോയപ്പോഴും നീ ആ ആട്ടിൻകുട്ടിയെ ചേർത്ത് നിർത്തിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ നീ ചേർത്ത് നിർത്തണമേ. ഈ ഒരു നിമിഷം നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്നതിന് വേണ്ടി, അവൻ്റെ ക്ഷമ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി ഈശോയെ, ഞങ്ങൾക്ക് തെറ്റായി പോയ ഓരോ നിമിഷങ്ങളും ഈശോയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഗാനം ആലപിച്ചുകൊണ്ട് തമ്പുരാൻ്റെ അനുഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ നമുക്ക് ഓരോരുത്തർക്കും നിലകൊള്ളാം. തമ്പുരാനോട് ഈ നിമിഷം അവനെ നോക്കി നമുക്ക് പറയണം, ഈശോയെ, നിന്നെ നോക്കിയ ഞാനും എൻ്റെ കൂട്ടുകാരും ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരും പ്രകാശിതരാകണം. ഈശോയെ, അതിനൊരു വലിയ തീരുമാനമെടുക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. ഇനി അങ്ങോട്ട് നിനക്കിഷ്ടപ്പെട്ട ഒരു മകനും മകളുമായിട്ട് ഞങ്ങളെ നീ വളർത്തണം ഈശോയെ. പാപത്തിൻ്റേതായിട്ടുള്ള എല്ലാ കെടുതികളും അവസരങ്ങളും എല്ലാം ഈശോയെ ഞങ്ങൾ മാറ്റിവെച്ച് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും യാചിക്കുകയാണ്. അവരെ നോക്കിയ എല്ലാവരും പ്രകാശിതരായി. ഈശോയെ, നിന്നെ നോക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും പ്രകാശിതരായി തീരാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.